To sit in front of you and to bear with your നിങ്ങളുടെ ഒച്ചയും നിങ്ങളുടെ ഇതുമൊക്കെ ബെയർ ചെയ്യാൻ ഡോക്ടറുടെ മാത്രം പ്രോബ്ലം. ഡോക്ടർ നിങ്ങളുടെ പരിപാടികൾക്ക് ഇറങ്ങുന്നത് കേട്ടോ. ഡോക്ടർ ക്വാളിഫൈഡ് അല്ല. എന്റെ പ്രോഗ്രാമിൽ ഒരു ക്വസ്റ്റ് പോലും ഇന്നേ അവർ ഇറങ്ങി പോയിട്ടില്ല. ശാരികയുടെ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി പോകും. ഇത്രയധികം ഗിമിക്സും ഇത്രയധികം പൾസീവായിട്ട് സ്വന്തം പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരേ ഒരു ആങ്കർ ശാരിക മാത്രമാണ്. ശാരികയുടെ ഇന്റർവ്യൂവിന്റെ പർപ്പസ് എന്താ? കണ്ടന്റ് സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാറ്റലൈറ്റ് മാധ്യമങ്ങളും ഈ യൂട്യൂബും തമ്മിൽ എന്താ? സാറ്റലൈറ്റ് മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത്? പണം മേടിച്ച് വാർത്ത ചെയ്യുക, അതാണ് അവർ ചെയ്യുന്നത്. അത് അവർക്ക് സെൻസർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. പക്ഷേ യൂട്യൂബിന് ആ സെൻസർ ഇല്ല. സോ ഞങ്ങൾക്ക് എന്തും പറയാം. ശാരികയുടെ എല്ലാ ഷോസും ഗസ്റ്റ് എല്ലാം എൻജോയ് ചെയ്യുന്നത് ആ ഗസ്റ്റിനെ ഇൻഡിവിജ്വൽ ആയിട്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചാനൽ തുടങ്ങിയിട്ട് ലൈവായിട്ട് അവരോട് ചോദിക്കും. അത് എന്റെ കൺസേൺ ഉള്ള കാര്യമല്ല. ഞാൻ ഡോക്ടർ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അഭിപ്രായമില്ല, നിലപാടുമില്ല, ഒന്നുമില്ല. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശ. ഞാൻ ശാരിക. ഡോക്ടർ ഗായത്രി. സ്വാഗതം. ടോപ്പിക് ഡോക്ടർക്ക് സെലക്ട് ചെയ്യാം. ഷുവർ. യൂട്യൂബ് ചാനലുകളിലെ കണ്ടന്റുകൾ സെൻസർ ചെയ്യണോ? തീർച്ചയായും സെൻസർ ചെയ്യണം. ആ സെൻസറിങ്ങിന്റെ ഭാഗമായിട്ടാണല്ലോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എന്തർത്ഥത്തിലാണ് ഡോക്ടർ അത് പറഞ്ഞത്? ഹോട്ട് സീറ്റിന്റെ സെൻസറിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആൾക്കാരെ കുറിച്ച് എന്തിനെ കുറിച്ചും നമുക്ക് പറയാം. നമ്മൾ ഇങ്ങനെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ഓൺലൈൻ കണ്ടന്റ് ആണല്ലോ യൂട്യൂബിന്റെ അല്ലേ പ്രശ്നം. അപ്പൊ യൂട്യൂബുകാരുള്ളത് കൊണ്ടാണ് പല പല മൂടി വെച്ച രഹസ്യങ്ങളും പല പല കള്ളത്തരങ്ങളും പലരുടെയും മുഖംമൂടികളൊക്കെ വലിച്ചു കീറപ്പെടുന്നത്. അതിനെ എങ്ങനെയാണ് കണ്ടന്റ് സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങളും ഈ യൂട്യൂബും തമ്മിൽ എന്താ? സാറ്റലൈറ്റ് മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത്? പണം മേടിച്ച് വാർത്ത ചെയ്യുക, അതാണ് അവർ ചെയ്യുന്നത്. സത്യസന്ധമായ വാർത്ത എത്ര ചാനലുകളെ അറിയാം. അത് അവർക്ക് സെൻസർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. പക്ഷേ യൂട്യൂബിന് ആ സെൻസർ ഇല്ല. സോ ഞങ്ങൾക്ക് എന്തും പറയാം. ഐ മീൻ ദ യൂട്യൂബേഴ്സ്. നമുക്ക് എന്തും പറയാം. എന്തും പറയാന്ന് വെച്ചാൽ ഏത് വാർത്തകളിലും ചുഴിഞ്ഞു പോകാം. ഏത് വാർത്തകളും ചുഴിഞ്ഞു പോവാം. ഏത് ഇൻസിഡൻസ്, സംഭവങ്ങൾ, കണ്ടന്റ്സ്. There should be always, കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ there should be always a quality in terms of your interview. What is the definition of quality? എന്താണ് ക്വാളിറ്റി? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുക. അവര് പറയുന്ന ഷോയുടെ ഭാഗമായി കഴിഞ്ഞ പ്രാവശ്യമേ നിങ്ങൾ അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് യൂട്യൂബ് എന്താണെന്ന് അറിഞ്ഞൂടാ, ആദ്യം ഇത് പഠിച്ചിട്ട് വരൂ. നിങ്ങൾക്ക് പറ്റിയ സബ്ജക്ട് അല്ല ഇത്. യൂട്യൂബ് എന്താണ്, അതിൽ നടക്കുന്ന കോണ്ടന്റ്സ് എന്താണ്, അതിന്റെ ഒരു സെനാരിയോ എന്താണ്? നിങ്ങൾ ഇന്നും ആ 90s ഈ പറയുന്ന പോലെ സാറ്റലൈറ്റ് ചാനലിൽ ജീവിക്കുന്ന ഒരാളാണ് ശാരിക. ഞാനൊരു ആങ്കർ അല്ല. ഐ എം എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ആങ്കർ ആവണ്ട. ഇതിന് ആങ്കേഴ്സ് അല്ലല്ലോ പ്രോഗ്രാംസ് ഇരുന്ന് കാണുന്നത്. എന്തൊക്കെ പറയുന്നത്? ഇതിനെ കുറിച്ച് പറയുന്നത് ശാരിക പറയുന്നത് പോലെ ഏത് രീതിയിലും ഓപ്പോസിറ്റ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കണം എന്നല്ല എൻ്റെ രീതി. ശാരികയ്ക്ക് ശാരികയുടെ സ്റ്റൈൽ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ശാരികയുടെ സ്റ്റൈൽ ഓക്കെ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ശാരികയുടെ പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന കുറേ പേര്, അതായത് ഇതിപ്പോ എന്റെ സ്റ്റൈൽ ഓക്കെ അല്ലാത്തവരാരും ഈ പ്രോഗ്രാമിന് വന്നിട്ടില്ല. ഡോക്ടർക്ക് അറിയാമോ? എന്റെ സ്റ്റൈൽ ഓക്കെ അല്ലാത്തവരാരും പ്രോബബ്ലി എന്നെ വിളിച്ചത് ഇന്റർവ്യൂ ഓഡിറ്റിന് ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്നെ വിളിച്ചത് അതുകൊണ്ടാണ്. ഇപ്പൊ ഈ പ്രോഗ്രാംസിലും നമ്മൾ സംസാരിക്കുമ്പോഴും ശാരിക ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ യു ആർ ആർഗ്യൂയിങ് മോർ. മനസ്സിലായോ? എനിവേ, കമ്മിങ് ടു ദിസ് ടോപ്പിക്, ഡെഫിനറ്റ്ലി യൂട്യൂബ് ചാനലിൽ ഇതൊരു സെൻസർഷിപ്പ് പ്രോഗ്രാം അല്ലല്ലോ. ആർഗ്യൂ ചെയ്യണ്ടേ? എന്താണ്? ഇതൊരു സെൻസർഷിപ്പ് പ്രോഗ്രാം അല്ലല്ലോ. അപ്പോൾ ആർഗ്യൂ ചെയ്യണ്ടേ? നേരത്തെ ചെയ്ത ഹോട്ട് സീറ്റും ഇപ്പോൾ ചെയ്യുന്ന രണ്ടും ഡിബേറ്റ് ആണ് ഡോക്ടർ. വാഗ്വാദം മലയാളം പറഞ്ഞു തരാം. ആർഗ്യൂ ചെയ്തോളൂ. ഇംഗ്ലീഷ് ആണല്ലോ കൂടുതൽ അറിയാവുന്നത്. ആർഗ്യൂ വിത്ത് ഗ്രേസ്. അതായത് ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അൺകംഫർട്ടബിൾ സുവിശേഷമല്ല പ്രസംഗിക്കുന്നത്, ഗ്രേസ്ഫുള്ളോടുകൂടി സംസാരിക്കാൻ. സുവിശേഷത്തിന് മാത്രമേ ഗ്രേസ്. സുവിശേഷമാണ് ഏറ്റവും സമാധാനത്തോടുകൂടി സംസാരിക്കുന്നത്. ഡോക്ടർ ഈ പറയുന്ന സോഫ്റ്റ് വോയിസിൽ പറയേണ്ടത് ഒരിക്കലും ഡിബേറ്റ്ഫുൾ സബ്ജക്റ്റ് ആണ്. അതുപോലെ നിങ്ങൾ പറയുന്നത് ഇവിടെയുള്ള നല്ല നല്ല യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കണ്ടന്റ് സെൻസർ ചെയ്യണമെന്നുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ എങ്ങനെ ദോഷം കൊള്ളും? നല്ല യൂട്യൂബേഴ്സിന്റെ കണ്ടന്റ് സെൻസർ ചെയ്യണമെന്ന് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ കറിക്കരിയുന്നതും നല്ല ചപ്പാത്തി വെക്കുന്നതും ബിരിയാണി വെക്കുന്നു, ഹൈദരാബാദി ബിരിയാണി വെക്കുന്നതും ഒക്കെയാണോ നല്ല കണ്ടന്റ് ഉദ്ദേശിക്കുന്നത്? ഹൈദരാബാദി ബിരിയാണി ആയിട്ട് ഒരാളുടെ മോശം പറയുന്ന യൂട്യൂബ് എങ്ങനെയാണ് മോശമായി? ഒരുപാട് നല്ല യൂട്യൂബ് ചാനൽസ് ഉണ്ട് ആൾക്കാർക്ക് ബെനിഫിറ്റ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരുപാട് ചാനൽസ് ഉണ്ട്. അതിൽ സെൻസർഷിപ്പ് വേണമെന്ന് എന്തർത്ഥത്തിലാണ് താങ്കൾ പറയുന്നത്? ചില ചാനലുകൾക്ക് അത് എന്താണ് സെൻസർ ചെയ്യേണ്ടത്? കേൾക്കട്ടെ. അതായത് ഒരാളെ ഇമോഷണലി അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക. അതായത് നമ്മുടെ ചാനലിലേക്ക് ഷോ നിർത്തണമെന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത്? നിർത്തണമെന്നല്ല, ഒന്ന് സെൻസർ ചെയ്ത് മര്യാദക്കാക്കിയാൽ നന്നായിരിക്കും. സെൻസറിങ് എന്താണ് ഇവിടെ മര്യാദകേട് കാണിച്ചത്? അതായത് ആൾക്കാരെ വിളിച്ചിട്ട് അവരെ ഇമോഷണലി ട്രോമറ്റൈസ് ചെയ്ത് പേടിപ്പിച്ച് അൺകംഫർട്ടബിൾ ആക്കി. ട്രോമറ്റൈസ് ചെയ്തെന്നോ? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് ഡോക്ടർ?
എവ്രി സിംഗിൾ ഈവൺ ഇപ്പൊ അതിലെ കമന്റ്സിലൊക്കെ നമുക്ക് കാണാമല്ലോ പലരും സ്ക്രിപ്റ്റഡ് ആണ് അല്ല എന്നൊക്കെ പറയുന്നത്. ഈവൺ ഇഫ് ഇറ്റ് ഇസ് സ്ക്രിപ്റ്റഡ്, ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ടു ബെയർ വിത്ത് യുവർ നിങ്ങളുടെ ഒച്ചയും നിങ്ങളുടെ ഇതും ഒക്കെ ബെയർ ചെയ്യാനായിട്ട് ഡോക്ടറുടെ മാത്രം പ്രോബ്ലം ആണ്, ഒരിക്കലും അല്ല. ഡോക്ടർക്ക് സൗണ്ട് പ്രശ്നമാണ്. ഡോക്ടർ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഇറങ്ങരുത് കേട്ടോ. ഡോക്ടർ ക്വാളിഫൈഡ് അല്ല എന്നേ ഞാൻ പറയുന്നത്. ശാരികയ്ക്ക് സൗണ്ട് എന്റെ പ്രോഗ്രാമിൽ ഒരു ക്വസ്റ്റ് പോലും ഇന്നേ അവർ ഇറങ്ങി പോയിട്ടില്ല. ഇത്രയും വെരി വെൽക്കം, എന്താ ഹാപ്പിയാണ്, അവർ ഭയങ്കര ഹാപ്പിയാണ്. പ്രോഗ്രാം അടിപൊളി ഹിറ്റാണ്, റീച്ച് ആണ്. അല്ലല്ലോ ശാരികയല്ലേ ശാരികയുടെ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി പോകും. ഇറങ്ങി പോകും, അതൊക്കെ തിരിച്ചു കയറും. ഞാൻ ഇറങ്ങി പോകുന്ന വിഷയമല്ലല്ലോ, ഗസ്റ്റ് ഇറങ്ങി പോയിട്ടില്ല. ഞാനല്ലേ അവരല്ലേ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇത്രയധികം ഇമ്പൾസീവ് ആയിട്ട് സ്വന്തം പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരേ ഒരു ആങ്കർ ശാരിക മാത്രമാണ്. ശാരികയുടെ ഇന്റർവ്യൂവിന്റെ പർപ്പസ് എന്താ? ശാരിക ജനങ്ങളെ എന്റർടൈൻ ചെയ്യുക, ദാറ്റ്സ് അവർ പർപ്പസ്. ദാറ്റ് ഇസ് ദ പർപ്പസ്. ബട്ട് ആ എന്റർടൈൻമെന്റ് ശാരിക ഇത്രയധികം എന്താ പറയാ രോഷാകുലയായി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, സ്വയം ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ ശാരികയുടെയും കൂടെ വെൽഫെയർ ആയിട്ടാ പറയുന്നത്. ആൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്? ഓപ്പോസിറ്റ് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അത് ശാരികയ്ക്ക് മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് മനസ്സിലാവുന്നോ മനസ്സിലാവത്തല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക്. ഡോക്ടർക്ക് ഒരു ബുദ്ധിമുട്ടാണ്, ഡോക്ടർക്ക് മനസ്സിലാവുള്ള ബോധം ഡോക്ടർക്ക് ഉണ്ടല്ലോ. അപ്പൊ ഡോക്ടർക്ക് ഇറങ്ങി പോകാം, അല്ലെങ്കിൽ ഡോക്ടർക്ക് പ്രോഗ്രാം പ്രൊഡ്യൂസർക്ക് പറയാം എനിക്കിത് വേണ്ട, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്, ഐ ആം സ്റ്റോപ്പിംഗ് ദിസ് എന്ന് പറയാം. ഒരു ഗസ്റ്റും പറഞ്ഞിട്ടില്ല. അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അവർ എൻജോയ് ചെയ്യായിരുന്നു എന്റെ ഷോ. ശാരികയുടെ എല്ലാ ഷോസും ഗസ്റ്റ് എല്ലാം എൻജോയ് ചെയ്തു. ആ ഗസ്റ്റിനെ ഇൻഡിവിജ്വൽ ആയിട്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ലൈക്ക് ഐ സെഡ്, ഒരു ചാനൽ തുടങ്ങിയിട്ട് ലൈവായിട്ട് അവരോട് ചോദിക്കും, അപ്പൊ അറിയാലോ. അതെന്റെ കൺസേൺ ഉള്ള കാര്യമല്ല. ഡോക്ടർ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ അഭിപ്രായമില്ല, നിലപാടുമില്ല, ഒന്നുമില്ല. എന്നിട്ട് പിന്നെ ചിരിച്ചോണ്ടിരിക്കുക. ശാരിക ഒരു ടോപ്പിക് ശാരിക ഒരു ടോപ്പിക് ഒന്നാമത്തെ കാര്യം, ഡോക്ടർ ടോപ്പിക് എടുത്ത് കഴിഞ്ഞാൽ അത് സംസാരിക്കത്തില്ല. അതിന് പകരം വേറെ എങ്ങോട്ടോ പോകുന്നു, ചരിത്രം പറഞ്ഞോണ്ട് പോകുന്നു. ശാരിക ഇപ്പൊ ഞാൻ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലെന്നാ പറയുന്നത്. ശാരിക ഇപ്പൊ ഇവിടെ പറയുന്നത് ശാരികയുടെ പ്രോഗ്രാംസ് പോലെയുള്ള പ്രോഗ്രാം സെൻസർ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഇപ്പൊ ഞാൻ ഈ ചാനലിൽ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അതിനല്ലേ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് എന്റെ പ്രോഗ്രാംസ് ഒക്കെ സെൻസർ ചെയ്യണമെന്ന്. വേണം. ശാരികയുടെ പ്രോഗ്രാം എന്താണ് അത്? ഞാൻ അശ്ലീലമായിട്ടൊരു വേർഡ് പറഞ്ഞിട്ടില്ല, ആരുടെ അച്ഛനെ അമ്മയ്ക്കും പറഞ്ഞിട്ടില്ല. മലയാളം നല്ല ഭാഷയിലാണ് മലയാളം സംസാരിച്ചിരിക്കുന്നത്, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. ആരെയും രാഷ്ട്രീയമായിട്ടോ രാജ്യപരമായിട്ടോ ഒന്നും അബ്യൂസ് ചെയ്തിട്ടില്ല, നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നൊന്നും ചെയ്തിട്ടില്ല. Then why അത് മാത്രമല്ല അബ്യൂസ്. അബ്യൂസ് എന്ന് പറയുന്നത് ഈ ഒച്ചെടുത്ത് സംസാരിക്കുന്നതും ഒരാളെ ഇപ്പൊ അത് വലിയ കാര്യമായി. ഒച്ചെടുത്ത് സംസാരിക്കുന്ന അബ്യൂസീവ് ആണെന്ന് ലോകത്തിലെ പറയുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് എന്തോ ചെറിയ കുട്ടികളുടെ അടുത്ത് പോലും പേരൻസ് ഒച്ചെടുത്ത് സംസാരിക്കരുതെന്ന് പറയുന്ന ഒരു പ്രത്യേക സംസാരിച്ചിട്ടില്ലേ? ഇല്ല. വീട്ടിൽ ചെറുതിലേ തൊട്ടേ എന്റെ പേരൻസ് എന്റെ അടുത്ത് ഒച്ചെടുത്ത് സംസാരിച്ചിട്ടില്ല. എല്ലാ കുഴപ്പം കാണാനും ഡോക്ടർക്ക്. See, now you're saying healthy parenting is wrong. So are you saying that ഒച്ചയെടുത്ത് സംസാരിക്കുന്നതൊക്കെ ഹെൽത്തി പാരന്റ് അല്ലെന്നാണ് ഡോക്ടർ ഈ ലോകത്തുള്ള പാരന്റ്സിനെ മുഴുവനുമാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പൊ താങ്കളുടെ പാരന്റ്സ് മാത്രമേ നമ്മുടെ അച്ഛനമ്മ മോശക്കാരാ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എനിക്ക് ശാരികയുടെ അച്ഛനമ്മയെ അറിയില്ല. എന്റെ അമ്മയൊക്കെ നല്ല ഒച്ചയെടുത്ത് എന്നെ വളർത്തിയിരിക്കുന്നത്. ശാരിക ഒച്ചെടുത്ത് കുട്ടികളെ പേടിപ്പിച്ച് പേരന്റ് ചെയ്യുന്നത് അല്ല. ഓക്കെ, ഇതാണ് പേഴ്സണൽ അബ്യൂസ് എന്ന് പറയുന്നത്. Now you are twisting the topic. ഞാൻ ഒരു ട്വിസ്റ്റിംഗും ചെയ്യുന്നില്ല, ഗ്യാസ് ലൈറ്റും ചെയ്യുന്നില്ല. അത് ശാരിക അത് ഓക്കെ, യു മൈറ്റ് ബി സ്ട്രേറ്റ്, ബട്ട് ഞാൻ എന്താ, ഓഫ് കോഴ്സ് യു ഷുഡ് ബി സ്ട്രേറ്റ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാരിക ഷൗട്ട് ചെയ്ത് ശാരിക ഒരു ടോപ്പിക് ഒരാൾ പറയണം എന്താന്ന് ശ്രദ്ധിക്കാതെ യു ആർ സെയിങ് സംതിങ് ടോട്ടലി അൺറിലേറ്റഡ്. ഞാനിവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാരികയുടെ പ്രോഗ്രാം എടുക്കുന്നത്, എനിക്കിപ്പോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ശാരികയുടെ ആങ്കറിംഗ് സ്റ്റൈല് ശാരിക കംഫർട്ടബിൾ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളൊരു മിഥ്യാധാരണയാണത്. ഞാനല്ല കംഫർട്ടബിൾ ആകേണ്ടത്, എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റിനെ കംഫർട്ടബിൾ ആക്കിയതിനു ശേഷം മാത്രമാണ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. I stick on to my opinion. മൈസൂരിൽ വേറെ പ്രോഗ്രാംസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? വേറെ ആങ്കേഴ്സിന്റെ ഒക്കെ നല്ല നല്ല അടിപൊളി ക്യൂട്ട്നെസ് മാരി വിതറി ചിരിച്ചു കുഴയുന്ന പ്രോഗ്രാംസ് കണ്ടിട്ടില്ലേ? നല്ല ആങ്കേഴ്സ്. അതിനെന്താ പ്രശ്നം? വേറെ ഒരുപാട് അത് അവരുടെ ഷോയുടെ സെനാരിയോ ആണ്, പാറ്റേൺ ആണ്. അതുകൊണ്ടാണ് അവര് അങ്ങനെയുള്ള ആങ്കേഴ്സിനെ അവരെടുക്കുന്നത്. ഹോട്ട് സീറ്റിന് അവരെ കൊണ്ട് പറ്റില്ല. They can't do that. എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അത്. അതാണ് അവരെന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? Have you heard of the phenomena called overinflated idea? No. Yeah, you need to Google that. ഡോക്ടർക്ക് കടിച്ചാപ്പട്ട ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരെ മിണ്ടത്തില്ലെന്നാ ഡോക്ടർ വിചാരിക്കുന്നത്. സാധാരണ പുസ്തകങ്ങൾ വായിച്ചാലും മനുഷ്യരോട് സംസാരിച്ചാലും നമുക്ക് ഇതെല്ലാം മനസ്സിലാവുന്ന കാര്യം. എത്ര സാധാരണ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്?
അത് ഇവിടുത്തെ പ്രസക്തമായ ഒരു ചോദ്യം അല്ല. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കാണിക്കാം. ഞാൻ എന്തൊക്കെ ഇത് എന്നെ കുറിച്ചിട്ടുള്ള ഒരു ഷോ അല്ല നമ്മൾ ചോദിക്കുന്നത്. ഡോക്ടർ എന്തുകൊണ്ടാണ് എന്റെ ഇത് വളരെ മോശമായിട്ട് അബ്യൂസീവ് കേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോക്ടർ എന്തുകൊണ്ടാണ് എന്റെ ഷോയുടെ കണ്ടന്റ് സെൻസർ ചെയ്യണമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? അത് എനിക്ക് ഇവിടെ ആൻസർ കിട്ടണം. ബിക്കോസ് യുവർ കണ്ടന്റ്സ് ആർ വെരി പ്രൊവോക്കേറ്റീവ്. That's the type of ക്യാരക്ടറാണ് ഷോയുടെ ക്യാരക്ടറാണ് പ്രൊവോക്കിംഗ് ഷോ. കഴിഞ്ഞ ഷോയില് നമ്മൾ പ്ലേസസ് സ്വിച്ച് ചെയ്തത് ഓർമ്മയുണ്ടല്ലോ, അതേ ഷോ നോൺ ഞാൻ പ്രൊവോക്കേറ്റീവ്. എഴുന്നേറ്റ് പോയി, ഞാൻ പ്രൊവോക്കിംഗ് ആയി. ഞാൻ എന്റെ താങ്കളോട് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. 2 പ്രാവശ്യം മര്യാദയ്ക്ക് എനിക്ക് ഒരുപാട് പിന്നെ റേറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഓടിച്ചത്. താങ്കൾ വന്നോടെ അതും കൂടി ഇല്ലാതായി. 2 പ്രാവശ്യം എഴുന്നേറ്റ് പോയി, അതിന്റെ ഇടയിൽ കരയണതായിട്ട് അഭിനയിച്ചു. എന്താ ഷാരിഖത്ത്? ഡോക്ടർ സന്തോഷം ഞാൻ കണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി ഞാൻ അങ്ങനെ അഭിനയിച്ചത്. ഓ ഷാരിക എന്തിനാ കരയുന്നേ? ഇത് തന്നെയല്ലേ നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻസിനോട് ചെയ്യുന്നത്? അഗൈൻ എന്റെ പേഷ്യൻസിനോട് ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് ഷാരിഖയ്ക്ക് അറിയില്ല. എന്നിട്ട് എന്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ചും എന്റെ ഷോയെ കുറിച്ചും ഇവിടെ നിന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഷാരികയല്ല ക്രിട്ടിസൈസ് ചെയ്തത്, ഷാരികയുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഞാൻ അവരെ അടിക്കുന്നു? ഞാൻ എഴുന്നേറ്റ് തെറി പറയുന്നു? അടിച്ചില്ല, ഞാൻ നല്ല ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നത്. എന്റെ എക്സ്പ്രഷൻ വേണ്ടത് ആ ഒരു ചോദ്യങ്ങൾ ആ രീതിയിലാണ്. ഷാരികയെ ബോഡി ഷെയിം ചെയ്യാനോ ഷാരികയുടെ ഡ്രസ്സ് കൊള്ളില്ലാന്നോ ഒന്നും അല്ല. ഞങ്ങൾ ഇവിടെ മൊത്തത്തിൽ അബ്യൂസ് ചെയ്തുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. പിന്നെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നാൽ അത് എങ്ങനെയാ ശരിയാവുന്നത്? ഐ തിങ്ക് ദിസ് ഹാസ് കം ടു എ ക്രോസ് ഷാരിക. കറക്റ്റാ. എന്ത് പറഞ്ഞാലും ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെ കടിച്ചാ പൊട്ടാത്ത കുറെ വൊക്കാബുലറി എടുത്തിട്ട് പൂശി കഴിഞ്ഞാൽ ഷാരികയുടെ ഷോ സെൻസർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു, ഷാരികയ്ക്ക് പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഡോക്ടർക്ക് ആ ഷോ മനസ്സിലാകാത്തോണ്ടാണ്, ഒരു നല്ല ഷോ എന്താണെന്ന് മനസ്സിലാകാത്തോണ്ടാണ് ഡോക്ടർ ഇങ്ങനെ കിടന്ന് പറയുന്നത്. ഒരുപാട് നല്ല ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് ഡോക്ടർ ഈ ഷോയുടെ രീതിയാണിതെന്ന്. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റ്സ് ആണ് ആൾക്കാർ കാണുന്നത്. എന്റെ ഷോ നല്ലതായത് കൊണ്ടാണ് ആൾക്കാർ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അന്നും പറഞ്ഞു 15 ലക്ഷം ആൾക്കാർ കണ്ട ആ ഷോയിൽ വെറും 6000 7000 മാത്രമാണ് തെറി പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ട് അവർക്ക് തെറി പറയുന്നത്. മറിച്ച് നല്ല ആൾക്കാർ എന്നെ കാണുമ്പോൾ ഓടി വരുന്നത് കെട്ടിപ്പിടിക്കുന്ന അഗിയുന്നു. ബിക്കോസ് ഐ ആം ബോൾഡ് എന്നാണ് അവർ പറയുന്നത്. നല്ല ഷോസ് നമ്മൾ ഡോക്ടറെ ഞാൻ അന്നേ പറഞ്ഞ കൂട്ടത്തിലെ ഡോക്ടറെ പെടുത്താൻ പറ്റുള്ളൂ. ഡോക്ടർക്ക് ക്വാളിറ്റി ഇല്ല. ഡോക്ടറെ 10,000 7000 വരുന്ന കച്ചറ കമന്റ്സ് ഇരുന്ന ആൾക്കാരോടൊപ്പമാണ് ഡോക്ടർ നിൽക്കുന്നത്. നല്ല പ്രോഗ്രാംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ പഴയ ദൂരദർശനിലെ പ്രോഗ്രാംസിനാണോ നല്ല പ്രോഗ്രാംസ് ആണ് ഉദ്ദേശിക്കുന്നത്? കാലമൊക്കെ കഴിഞ്ഞു പോയി ഡോക്ടർ. പറയട്ടെ, ബൈഗോൺസ് ആർ ബൈഗോൺസ്. പറയട്ടെ, നല്ല ടോപ്പിക്കുകൾ നമ്മൾ ചെയ്താൽ, നമ്മുടെ പ്രോഗ്രാംസ് നമ്മൾ നന്നായിട്ട് ചെയ്താലും ഒരാൾ നമുക്ക് സജഷൻ തരികയാണെന്ന് വെച്ചോളൂ. സി ദിസ് കുഡ് ബി ഡൺ ഇൻ ദിസ് ഫാഷൻ. അതിനെക്കുറിച്ച് ഓക്കെ ഞാൻ ചെയ്യണത് മാത്രം ശരിയെന്ന് പറയാണ്ട് ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. അറ്റ്ലീസ്റ്റ് വൈ കാണ്ട് യു സേ ദാറ്റ്? ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിടം പറഞ്ഞില്ല. ഞാൻ ആ ഷോയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. ആ ഷോ പെർഫെക്റ്റ് ആക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ആങ്കർ, എന്റെ 100% പ്രൊഫഷണൽ ആയ എന്റെ പ്രൊഫഷനോട് 100% നീതി പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ആ ഷോ സക്സസ് ആകുന്നത്. ഇല്ലെങ്കിൽ അതൊരു ഫെയിലിയർ ആണ്, ടോട്ടൽ ഫെയിലിയർ. ഞാൻ എവിടെയെങ്കിലും ഒന്ന് ചിരിക്കുകയോ ഒന്ന് മുക്കി കാണിക്കുകയോ ചെയ്താൽ ആ ഷോ അവിടെ ഫെയിലിയർ ആയി. പകരം ഞാൻ അത്രയും സ്റ്റബോണസോട് കൂടി ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ധൈര്യം എടുത്തുകൊണ്ടാണ് ആ ഷോ ഇത്ര നല്ല രീതിയിൽ പോയത്. അതിനെയാണ് നിങ്ങൾ പറയുന്നത് ആ ഷോ സെൻസർ ചെയ്യണമെന്ന്. കാം ഡൗൺ. ഒരു കോമൺ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നെ പേഴ്സണൽ അബ്യൂസ് ചെയ്യുന്നു. ഐ കാണ്ട് ടോളറേറ്റ് ദിസ്. എന്ത് തന്നെയായാലും താങ്കൾ ഒരിക്കലും കൃത്യമായിട്ടൊരു ഉത്തരവും ഒരു ചർച്ചയ്ക്ക് തരത്തില്ല എന്ന കാര്യം ബോധ്യമായി. അതുകൊണ്ട് ഞാൻ താങ്കളോട് പൂർണ്ണമായും വിയോജിച്ചോളൂ. പക്ഷെ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നു, ഷാരികയുടെ ഷോ കുറച്ചുകൂടെ ഒരു ഓൾട്ടറിംഗ് സ്റ്റൈലിൽ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി നൈസ് എന്നുള്ളൊരു ഒപ്പീനിയൻ. വേറെ പേരിടാണ്. ഷാരികയ്ക്കും വേറെ പേര് മാറ്റേണ്ടി വരും. ഷാരിക, ദിസ് ഇസ് ഷാരിക, ദിസ് ഇസ് മൈ സ്റ്റൈൽ. ആയിക്കോട്ടെ, ഓക്കെ, ബൈ.